എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരത് കുമാർ. ഇന്നത്തെ യാത്ര കുട്ടൻപുഴ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. കൂടെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. ബിസിനസ്സിൻ്റെ തിരക്കിൽ നിന്നും ഒരു ദിവസം മാറി ഒന്ന് ഫ്രഷ് ആകാനാണ് ഈ യാത്ര. എറണാകുളത്ത് നിന്നും അധികം യാത്ര ചെയ്യാതെ പെട്ടെന്ന് എത്തിച്ചേരുന്ന സ്ഥലമാണ് ഈ കുട്ടൻപുഴ. പോകുന്ന വഴിയിൽ നാടൻ തട്ടുകടയിൽ കയറി പിടിയും കോഴിയും കപ്പ ബിരിയാണിയും അങ്ങനെ തനി നാടൻ വിഭവങ്ങൾ എല്ലാം അടിപൊളി ടേസ്റ്റ്. ടൗണിൽ നിന്ന് മാറി ഇതുപോലെ ഗ്രാമത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നത്. ഞങ്ങളെല്ലാവരും ഇത് നന്നായി ആസ്വദിച്ചു. എല്ലാവരും ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. തട്ടേക്കാട് പക്ഷിസങ്കേതം കഴിഞ്ഞിട്ടാണ് കുട്ടൻപുഴ എന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയിലെത്തി. വിപിനം എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇവിടെ മൊത്തം 8 റൂമാട്ടോ ഉള്ളത്. മുകളിലത്തെ നിലയിൽ 4 റൂമും താഴത്തെ നിലയിൽ 4 റൂമും പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ബാക്ക് സൈഡിൽ ഒരു അടിപൊളി ലോണാണുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയായി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ആകാംക്ഷാപൂർവം നമ്മുടെ പ്രോപ്പർട്ടി ചുറ്റി കാണുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു മറ്റൊരു ഹൈലൈറ്റാണ് നമ്മുടെ ഈ പുഴ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂതത്താൻ അണക്കെട്ടിൽ നിന്നും തടഞ്ഞു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു പുഴയാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പം തടഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല വെള്ളമുണ്ട് ഇവിടെ. ഭയങ്കരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന്, ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇവിടുത്തെ റൂമെല്ലാം വളരെ മനോഹരം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്. നമ്മുടെ ഈ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ല കുളിർമയേകുന്ന നല്ല പച്ചപ്പാണ് നമുക്ക്. അതുപോലെ തന്നെ ഉള്ളിൽ നമ്മുടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അതിലാടി എല്ലാവരും പഴയ കാലഘട്ടങ്ങളിലേക്കൊക്കെ നമുക്ക് പോയി. അപ്പോൾ ഒരു സൈഡിൽ കരോക്കെ ഗാനമേള തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഈ എല്ലാ സെറ്റപ്പുകളും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും കരോക്കെ ഗാനമേളയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. കുറേ നാൾക്ക് ശേഷമാട്ടോ പുഴയിലിറങ്ങി ഇങ്ങനെ ഒന്ന് കുളിക്കാൻ പറ്റുന്നത്. നല്ല ആഴമുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡിലേക്ക് അവർ കുറേ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇറങ്ങാനുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങളുടെ കുളിയെല്ലാം. അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും അരുൺഭായിയുടെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേള എല്ലാവരും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോഴത്തേനും നമുക്ക് ഒരു അടിപൊളി ബാർബിക്യൂ സെറ്റപ്പ്
അവരൊരുക്കി തന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അവർ സൂപ്പറായിട്ട് മാറിനേറ്റ് ചെയ്ത് നമുക്ക് എല്ലാം കൊണ്ട് തന്നു എന്നുള്ളതാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. രാത്രിയിൽ ഈ പ്രോപ്പർട്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 6 മണിയായി. ഞാൻ നേരെ ഓടി വന്നത് ഈ പുഴയുടെ സൈഡിലേക്കാട്ടോ. കാരണം അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഈ രാവിലത്തെ. നല്ലൊരു ചെറിയ കോട മഞ്ഞും ചെറിയ തണുപ്പും, സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ചുറ്റും കാണാൻ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പുഴ കടന്ന് ആനയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സേഫ്റ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തനി നാടൻ വെള്ളയപ്പവും മുട്ട റോസ്റ്റുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഇവരുടെ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ തലേ ദിവസത്തെ നൈറ്റിലത്തെ ഡിന്നർ ആണെങ്കിലും അടിപൊളിയായിരുന്നു ഇവരുടെ. ചെക്കൗട്ടിന് സമയമായി. ഒരു ദിവസം പോയതറിഞ്ഞില്ല. ബിസിനസ്സിൻ്റെ തിരക്കിൽ നിന്നും എല്ലാവരും ഒന്ന് ഫ്രഷായി. ഇനി തിരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പിന്നെ കാണാട്ടോ. എല്ലാവർക്കും ബായ്.